കോൺഫിഡൻസ് അതിന്റെ പരകോടിയിലാണ്. ഞാനത് അങ്ങനെ തന്നെ വേണം പറയാൻ. ജനങ്ങളാണ് ആത്മവിശ്വാസം നമുക്ക് നൽകിയത്. ആദ്യത്തെ റോഡ് ഷോ നടക്കുന്ന സമയത്തുണ്ടായ ആ ജനമുന്നേറ്റത്തിൽ നിന്നാണ് നമ്മുടെ ബേസ് പ്രവർത്തകർക്ക് ഒരു സ്ഥാനാർത്ഥി ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം അവിടെ നിന്നാണ് കൈവന്നത്. അവിടെ ഞാൻ പറഞ്ഞ വാക്കുകളും ഞാൻ ആളുകളുമായിട്ട് നമ്മുടെ ശരീരഭാഷ ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യുമെന്ന് എനിക്ക് മുൻപ് അറിയാം. ഞാൻ ആ കുറേയൊക്കെ അങ്ങനെ വിശ്വസിച്ച് സ്വയം എന്താ പറയുക പരുവപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്തവണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി എനിക്ക് മനസ്സിലായി. നമ്മുടെ ശരീരഭാഷയിൽ നിന്ന് പോലും ആളുകൾ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ആത്മാർത്ഥതയെ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ ഒരു ഫിഗർ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു മീഡിയ വൺ എത്തിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ തവണ എണ്ണി തീരുമ്പോൾ, കാരണം ഓരോരുത്തരാണ് വന്ന് വോട്ട് ചെയ്യുക. അവര് എത്ര വോട്ടാ ഞാൻ ചെയ്യണമെന്നല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷത്തിൽ എത്തിക്കുന്നു എന്നല്ലോ, എന്റെ വോട്ട് ഞാൻ ചെയ്യുന്നു. എണ്ണിത്തീരുമ്പോൾ കഴിഞ്ഞ തവണ LDF കിട്ടിയതിന്റെ ഇരട്ടി വോട്ടുകൾ, 70,000-ൽ കുറയാത്ത വോട്ടുകൾ ഈ പാലക്കാടൻ ജനത LDF സമ്മാനിക്കും. പാലക്കാട് ഇതുവരെ അത്ര വോട്ടായി നേടിയിട്ടില്ല. അതാ ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. ഞാൻ കണ്ണുകളിൽ നോക്കിയും ആളുകളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള ശ്രമവുമായിട്ടല്ലേ ഒരു മാസക്കാലത്തിലേറെയായി നിന്നത്. അവര് പറയാതെ പറയുന്ന ഒരു കഥയുണ്ട്. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ പറ്റിയിട്ടുള്ള കുറ്റബോധമുണ്ട്. അവസാന മണിക്കൂറുകളിൽ അവരുടെ ജനാധിപത്യ ബോധത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഒരുമാതിരി ജനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ, ജനങ്ങളെ വില കുറച്ച് കാണാൻ ശ്രമിച്ച രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ അതൊക്കെ പക്ഷങ്ങൾ എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഞാൻ എല്ലാ തരത്തിലുള്ളതാ പറഞ്ഞ്. അപ്പോ ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ വില കുറയ്ക്കുന്ന രീതികളെ ഇത്തവണ പാലക്കാട് ഭേദിക്കും. നമുക്ക് കൃത്യമായി അങ്ങനെ ഇന്ന പോക്കറ്റുകൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റാത്ത വിധം സമസ്ത ജനങ്ങളുടെയും സകല മനുഷ്യരുടെയും ബോധ്യമുള്ള ആളുകളുടെയും വോട്ട് വന്ന് 9ാമത്തെ ക്രമ നമ്പർ, അതൊക്കെ പാലക്കാടിന്റെ നമ്പറും കൂടിയാണ് KL9 എന്ന് പറഞ്ഞ് ആ ക്രമ നമ്പർ ഡോക്ടർ P സരി എന്നുള്ള പേരും ഡോക്ടറെ കഴുത്തിൽ തൂക്കുന്ന കുഴലുമാണ് ചിഹ്നമെങ്കിൽ അതിൽ വീണിരിക്കും. ഈ കഴുത്തിൽ തൂക്കുന്ന കുഴൽ എല്ലാവരുടെ മനസ്സിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. അതെ. തുടക്കം വരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു അത് പാലക്കാടിന്റെ ഭാഷയാണ്. പാലക്കാടിന്റെ അമ്മമാർ സംസാരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം. എനിക്ക് കൃത്യമായിട്ട് അത് അറിയാവുന്നത് കൊണ്ടും അത് പറയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സന്തോഷവും, കഴുത്തിലുള്ള കുഴൽ എന്നുള്ള ചിലപ്പോൾ മാറ്റിയൊക്കെ പറയും. ഡോക്ടർ കഴുത്തിലുള്ള മാല എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. അത് വെച്ച് നോക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സില് ചെറുപ്പം മുതൽ മരണം വരെയുള്ള എല്ലാ സമയങ്ങളിലും ഒരിക്കലെങ്കിലും അതിന്റെ ഒരു അറ്റത്തിരുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ അമ്മമാർക്കൊക്കെ അത് വളരെ എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി ആ പ്രയോഗം. അവരാണത് പഠിപ്പിച്ചു തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് തിരിച്ചത് ഏറ്റുപറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. DYF-നെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടികളൊക്കെ നമ്മൾ വലിയ കണ്ടു. യൂത്ത് കൂടെ ഉണ്ട്. രാത്രി മാർച്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രചരണ സമയം അവസാനിച്ച ശേഷവും എങ്ങനെ ഉപയോഗപ്പെടുത്താം പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പ്രവർത്തകരുടെ സമയം എന്നുള്ള ആലോചനയിൽ നിന്നുണ്ടായതാണ്. ഒരു നൈറ്റ് ലൈഫ് നിഷേധിക്കപ്പെട്ട ഒരു പ്രേതാലയം കണക്കിയുള്ള ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളത്തിലെ 14 ജില്ലകളിൽ അത് പാലക്കാട് മാത്രമാണ്. ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുറമേ നിന്ന് വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന എത്രയെത്ര സ്ഥാപനങ്ങൾ, അവരാണല്ലോ ഒരു നൈറ്റ് ലൈഫിന്റെ ഊർജ്ജം. ക്രിയേറ്റിവിറ്റി ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് നൈറ്റ് ലൈഫ് എന്നുള്ളതിന്റെ പോസിറ്റീവ് പ്രയോഗം. അല്ലാതെ ചിലപ്പോ പഴയ തലമുറ പുതിയ തലമുറയെ വെറുക്കുന്നതിനുള്ള കാരണമായിട്ടുള്ള ഒരു പ്രയോഗമല്ല നൈറ്റ് ലൈഫ്. ആവശ്യത്തിന് എൻജോയ് ചെയ്യാൻ അറിയുന്ന ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പാലക്കാടിനെ പ്രാപ്തമാക്കാത്തത് നഗരസഭയുടെ ഒരു താല്പര്യം അതിലില്ലായിരുന്നു എന്നുള്ളതും പിന്നെ ഉറങ്ങിക്കിടക്കുക എന്നുള്ളതാണ് മുൻകാല MLA-യുടെ സ്ഥിരം രീതി. ഉറക്കം നടിക്കുക എന്നുള്ളതാണ്, ഉറങ്ങിക്കിടക്കുക എന്നുള്ളതിനേക്കാൾ. അപ്പൊ ഈ നഗരത്തെയും വലിയ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടതിൽ നിന്നൊക്കെ പിടിച്ചു കുലുക്കുന്ന ഒരു രാത്രിയായിരുന്നു ഇന്നലെ. കൊട്ടിക്കലാശം ഗംഭീരാവൂലേ? തീർച്ചയായിട്ടും പാലക്കാട് കേരളം കണ്ട ഏറ്റവും വലിയ കൊട്ടിക്കലാശത്തിനായിരിക്കും പാലക്കാട് സാക്ഷ്യം വഹിക്കുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം അത് ജനങ്ങൾക്ക് നൽകുന്ന വലിയ സല്യൂട്ടാണ്. പാലക്കാടൻ ജനതയുടെ ഒരു മാസത്തെ അവരുടെ തയ്യാറെടുപ്പ് അത് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുന്ന സമയത്ത് പൂർത്തിയാവുകയാണ്. ആ തയ്യാറെടുപ്പിനുള്ള സല്യൂട്ട്, ജനാധിപത്യ ബോധത്തെ മുൻനിർത്തിക്കൊണ്ട് തങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ കൃത്യമായ തീരുമാനം ജനങ്ങൾ എടുത്തു കഴിഞ്ഞു മണിക്കൂറുകൾക്ക് മുന്നേ, ദിവസങ്ങൾക്ക് മുന്നേ എന്നുള്ളതാണ് ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആ ഒരു ഐക്യപ്പെടൽ, ആദരം, അതാണ് പറഞ്ഞത്. പാലക്കാടൻ ജനതയുടെ ജനാധിപത്യ ബോധത്തിനും മതേതര കാഴ്ചപ്പാടിനുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സല്യൂട്ടായിരിക്കും ഈ തടിച്ചുകൂടുന്ന ജനത.